അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നാം ഏവരിലും വർഷിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ അവസാന പത്തിലെ പുണ്യമേറിയ രാപ്പകലുകളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു റമളാൻ വരുമ്പോഴും സാധാരണ നമ്മൾ പറയാറുണ്ട്, റമളാൻ ഇന്നലെ വന്നതുപോലെ തോന്നുന്നു, ഇന്നിതാ ഇപ്പോൾ തീരാനായിരിക്കുന്നു എന്നൊക്കെ. എന്നതുപോലെ തന്നെയാണ് ഇപ്രാവശ്യവും. നമ്മൾ ഇന്നലെ റമളാൻ തുടങ്ങി എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് അവസാനത്തെ പത്തിലെ 21-ാമത്തെ നോമ്പിലാണ് നമ്മളൊക്കെ ഇന്നുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില ഹദീസുകൾ പുലരുന്നത് പോലെ തോന്നുകയാണ്. ലാ തഖൂമുസ്സാഅതു ഹത്താ യതഖാറബസ്സമാനു ഫതകൂനുസ്സനതു കശ്ശഹരി വശ്ശഹ്റു കൽജുമഅതി വതകൂനുൽ ജുമഅതു കൽയൗം എന്നിങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഒരു വർഷം ഒരു മാസം കടന്നു പോകുന്നത് പോലെ പോകും. ഒരു മാസം ഒരു ജുമുഅ കടന്നു പോകുന്നത് പോലെയും, ഒരു ജുമുഅ ഒരു ദിവസം പോലെയും, ഒരു ദിവസം ഒരു മണിക്കൂർ പോലെയും ഒക്കെ കടന്നു പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. മാത്രമല്ല, ഒരു മണിക്കൂർ പോലും കൽവർമതി ബിന്നാർ, ഒരു തീപ്പൊരി പോലെ പെട്ടെന്ന് കടന്നു പോകുന്നത് പോലെ തോന്നും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും സമയം എന്ന് പറയുന്നത് നമുക്ക് വിലപ്പെട്ടതാണ്. നമ്മുടെ സമയമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ വൽ അസ്ർ, കാലത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ടാണ്, അഥവാ സമയത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ടാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു സമയമുണ്ട്. ആ സമയം തീർന്നാൽ നമ്മുടെ ജീവിതവും അവസാനിക്കുകയാണ്. മഹാനായ സലഫ് മുൻഗാമി യഹ്യ ബിൻ മുആദ് റഹിമഹുല്ല പറഞ്ഞു, ഇദാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗത്ത്. നമുക്കേറെ വിലപ്പെട്ട മൂല്യമുള്ള നമ്മുടെ സമയം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് മരണത്തേക്കാൾ കഠിനമാണ് എന്ന്. അതുകൊണ്ട് സമയത്തെ, ഓരോ മിനിറ്റുകളെയും ശ്രദ്ധാപൂർവം ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സാധാരണ പറയാറുണ്ട്, ഉപയോഗിച്ച ഒരു വീട് അല്ലെങ്കിൽ ഉപയോഗിച്ച ഒരു വാഹനം അത് നമുക്ക് വിൽക്കാം, വിറ്റാൽ നമുക്ക് പണം കിട്ടും. പക്ഷേ നമുക്കൊരിക്കലും നഷ്ടപ്പെട്ട സമയത്തെ വീണ്ടെടുക്കുക എന്നത് സാധ്യമേയല്ല. മഹാനായ ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ല, താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞത്, സമയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ, അദ്ദുന്യാ സലാസത്തുൻ, ദുനിയാവെന്ന് പറഞ്ഞാൽ സലാസത്തു അയ്യാമിൻ, 3 ദിവസങ്ങൾ മാത്രമാണ്. അമ്മൽ അംസ് ഫഖദ് ദഹബ ബിമാ ഫീഹി, ഇന്നലെ എന്നത് കഴിഞ്ഞു പോയി, ഇനി അതൊരിക്കലും നമുക്ക് കിട്ടുകയില്ല. വ അമ്മാ ഗദൻ ഫലഅല്ലക ലാ തുദ്രികുഹു, നാളെ എന്നത് ഒരുപക്ഷെ ലഭിക്കണമെന്നുമില്ല. വ അമ്മൽ യൗം ദാലിക്, ഇന്നേ ദിവസം, ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ എൻ്റെ ഈ സംസാരങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്, ഞാനിവിടുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് കിട്ടിയ ഈ ദിവസത്തെ ഫഅമൽ ഫീഹി, ഇതിൽ നിങ്ങൾ അമൽ ചെയ്യുക എന്നാണ് ഹസനുൽ ബസ്വരി റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത്. നമ്മളൊക്കെ ഇന്ന് റമളാനിലാണ്.
റമദാനിൻ്റെ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന അവസാനത്തെ 10 എത്തിപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീക്ക് നൽകിയിരിക്കുകയാണ്. അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുക, അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് നമ്മൾ പറയുക. ഒരു വിശ്വാസിക്ക് ഒരുങ്ങാൻ പറ്റിയ ഇതിനേക്കാൾ നല്ല ഒരു സമയം വേറെയില്ല. ഒരു വിശ്വാസിക്ക് സമ്പാദിക്കാൻ പറ്റിയ ഇതിനേക്കാൾ നല്ല സമയം വേറെയില്ല. ആ സമയം നഷ്ടപ്പെടുത്തുന്ന ആളുകൾ വിഡ്ഢികളാണ്. ആ സമയം നഷ്ടപ്പെടുത്തുന്ന ആളുകൾ നിർഭാഗ്യവാന്മാരാണ്. പ്രിയമുള്ളവരെ, ഇന്ന് 21-ാമത്തെ നോമ്പിൽ നമ്മളിവിടെ ഈ നോമ്പ് തുറക്കാനും ഈ ഇഫ്താർ സദസ്സിലുമായി പങ്കെടുക്കുമ്പോൾ ഈ റമദാൻ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുമോ എന്ന് നമുക്കറിയില്ല, നമുക്കുറപ്പില്ല. ഈ ഒരു വരുന്ന പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയുകയില്ല. അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിടയുള്ള 3 അക്ഷരത്തിലൊതുങ്ങുന്ന മരണം, ആ മരണത്തെ അതിവിദൂരമായി കാണുന്ന ആളുകളാണ് നമ്മൾ. എനിക്കൊന്നും ഇപ്പോൾ മരണം വരില്ല, അല്ലെ ഞാനൊന്നും ഇപ്പം മരിക്കില്ല എന്ന് ചിന്തിക്കുന്നവരാണ്. ഇങ്ങനെ നമ്മളെപ്പോലെ ചിന്തിച്ചവരുടെ വാർത്തകളാണ് ഇന്നലെയും ഇന്നും നാളെയുമായി നമ്മളിങ്ങനെ കേട്ടു പോകുന്നത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ, അതേത് സമയത്താണെങ്കിലും റബ്ബിലേക്ക് നമ്മൾ മടങ്ങുമ്പോൾ നിറഞ്ഞ നന്മകളുമായി അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 281-ാം വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഒരു വസിയ്യത്തായി നമുക്ക് നൽകുകയാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണേ, യൗമൻ, ഒരു ദിവസത്തെ, തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങളെല്ലാം മടങ്ങിപ്പോകുന്ന ദിവസമാണത്. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, ഓരോ മനുഷ്യനും സമ്പാദിച്ച നന്മ തിന്മകൾക്കനുസൃതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം പൂർത്തീകരിച്ചു കൊടുക്കുന്ന ഒരു ദിവസം. ആ ദിവസത്തെ സൂക്ഷിച്ച് നിങ്ങൾ ജീവിക്കണേ. വഹും ലാ യുളമൂൻ, ആ റബ്ബൊരാളോടും അനീതി കാണിക്കുകയില്ല. ആ റബ്ബൊരിക്കലും ഒരാളോടും അക്രമം കാണിക്കുകയില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ദിവസം, മരണം വരുന്നതിന് മുമ്പ് ആ ദിവസത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും വസിയ്യത്ത് നൽകുകയാണ്, നമുക്ക് ഓരോരുത്തർക്കും ഉപദേശം നൽകുകയാണ്. പ്രിയമുള്ളവരെ, മരണപ്പെടുന്ന വേളയിൽ 2 ശബ്ദങ്ങൾ ഉയരും എന്നാണ് ഖുർആൻ പറഞ്ഞത്, എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒന്ന് മരണവേളയിൽ വിലപിക്കുന്നവരുടെ ശബ്ദമാണ്, നിലവിളിക്കുന്നവരുടെ ശബ്ദമാണ്, കേഴുന്നവരുടെ ശബ്ദമാണ്. മറ്റൊന്ന് ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തൃപ്തിയുടെയും ശബ്ദമാണ് മരണവേളയിൽ ഉയരുന്നത്. അല്ലാഹു പറയുന്നു, ആരാണ് മരണവേളയിൽ വിലപിക്കുന്നത്? ആരാണ് മരണവേളയിൽ രോദനങ്ങൾ ഉയർത്തുന്നത്? ഹത്താ ഇദാ ജാഅ അഹദുഹുമുൽ മൗത്ത്, ചില ആളുകളുടെ അടുത്തേക്ക് മരണം വരുമ്പോൾ, മരണത്തിൻ്റെ മലക്കുകൾ വന്നെത്തുമ്പോൾ, ഖാല, അവൻ പറയുകയാണ്, റബ്ബിർജിഊൻ, അല്ലാഹുവേ, എൻ്റെ റൂഹിനെ നീ എനിക്കൊന്ന് മടക്കിത്തരൂ. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, എനിക്കൊരുപാട് വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബേ, എനിക്കൊരുപാട് ന്യൂനതകൾ സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബേ. ആ പോരായ്മകളും ന്യൂനതകളും വീഴ്ചകളും എല്ലാം പരിഹരിച്ചിട്ട് ഞാൻ നന്മകൾ ചെയ്യാം, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാം എന്ന് വിലപിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് അല്ലാഹു പറയുകയാണ്, കല്ലാ, വേണ്ട, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതവൻ പറയുന്ന വെറും വാക്ക് മാത്രമാണ്, വെറുതെ പറയുന്ന വാക്ക് മാത്രമാണ്. വമിൻ വറാഇഹിം ബർസഖ്, അവൻ്റെ പിന്നിലുള്ളത് ബർസഖിയായ ജീവിതമാണ്, ഖബർ ജീവിതമാണ്. ഇലാ യൗമി യുബ്അസൂൻ,
അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാൾ എന്നാണോ അന്ന് വരെ അവൻ ഖബർ ജീവിതത്തിലാണ്. അപ്പോൾ ആ വിലാപം കൊണ്ട് ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ റമദാനിൻ്റെ അവസാന നിമിഷങ്ങളിൽ നമ്മൾ ഇവിടെ വന്നെത്തി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സറിഞ്ഞ് കൊടുക്കാൻ കഴിഞ്ഞോ? നമ്മുടെ നോമ്പുകൾ തൃപ്തികരമായ നോമ്പുകളായി മാറിയോ? നമ്മുടെ രാത്രി നമസ്കാരങ്ങൾ റബ്ബിഷ്ടപ്പെടുന്ന രാത്രി നമസ്കാരങ്ങളായി മാറിയോ? എന്നിങ്ങനെ നമ്മുടെ ഓരോ കർമ്മങ്ങളെപ്പറ്റിയും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുക, മരിക്കുന്ന സമയത്ത് ആനന്ദത്തിൻ്റെ അശ്രുക്കൾ പൊഴിക്കുന്ന ആളുകളുണ്ട്, മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നവരുണ്ട്. ആ ഒരാഗ്രഹമാണ് നമുക്കും ഉണ്ടാവേണ്ടത്. ആ ഈമാനോടുകൂടിയുള്ള ഒരു പര്യവസാനം, തഖ്വയോടുകൂടിയുള്ള ഒരു പര്യവസാനം, ആ സമയത്ത് സ്വർഗത്തിൻ്റെ അവകാശികളാണെങ്കിൽ, സ്വർഗത്തിൻ്റെ അഹിലുകാരാണെങ്കിൽ, നോക്കൂ സഹോദരങ്ങളെ, ആ സമയത്ത് മലക്കുകൾ ക്ഷണിക്കുകയാണ്, മലക്കുകൾ വിളിക്കുകയാണ്. ആരെയാണ് വിളിക്കുന്നത്? സമാധാനമടഞ്ഞ തൃപ്തിയടഞ്ഞ ആളുകളെ മലക്കുകൾ ക്ഷണിക്കുകയാണ് അള്ളാഹുവിൻ്റെ ലോകത്തേക്ക്, അഥവാ പാരത്രിക ലോകത്തിലേക്ക്, സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ വേണ്ടി. വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ സംതൃപ്തിയടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക്കി റാദിയതം മർളിയ, നിൻ്റെ റബ്ബിന് നിന്നെ ഇഷ്ടമാണ്, നിങ്ങളും നിങ്ങളുടെ റബ്ബിനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു റബ്ബിലേക്ക് നീ മടങ്ങിപ്പോര്. ഫദ്ഖുലി ഫീ ഇബാദി, എൻ്റെ പ്രിയപ്പെട്ട ദാസ, നീ മടങ്ങിപ്പോരുക, നീ പ്രവേശിച്ചു കൊള്ളുക. വദ്ഖുലീ ജന്നതി, എൻ്റെ സ്വർഗത്തിലേക്ക് നീ കടന്നു പോരുക എന്ന് നല്ല മനസ്സിൻ്റെ ആളുകൾ, സ്വർഗാവകാശിയായ ആളുകൾ, അവരെ മലക്കുകൾ ക്ഷണിക്കുകയാണ്. ശേഷം ആ മലക്ക് അല്ലെങ്കിൽ ആ മലക്കുകളുടെ സംഘം വീണ്ടും ആ ആത്മാവിനോട് പറയുകയാണ്, ഫയഖൂലു അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ, അല്ലയോ പരിശുദ്ധമായ ആത്മാവേ, ഉഖ്റുജീ ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്കും നീ പുറപ്പെട്ടു പോരുക. അങ്ങനെ എന്ത് ചെയ്യുന്നു? ആ ആത്മാവ് പുറത്തേക്ക് വരികയാണ്, മലക്കുകൾ ഏറ്റെടുക്കുകയാണ്. എങ്ങനെയാണ്? തസീലു കമാ തസീലുൽ ഖത്റതു മിനസ്സിക്ക, ഒരു കൂജയിലെ പാത്രത്തിൽ നിന്ന് വെള്ളമിങ്ങനെ താഴോട്ട് വീഴുന്നത് പോലെ, ഒഴുകി വരുന്നത് പോലെ ആ ആത്മാവിനെയും ഏറ്റെടുത്തുകൊണ്ട് മലക്കുകൾ അള്ളാഹുവിങ്കിലേക്ക് യാത്രയാവുകയാണെന്നാണ്. അങ്ങനെ ആ മലക്കുകൾ ആത്മാവിനെയും ഏറ്റെടുത്തുകൊണ്ട് ഏഴാകാശവും കടന്ന് റബ്ബിങ്കിലേക്ക് എത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഉക്തുബൂ കിതാബ അബ്ദി ഫീ ഇല്ലിയീൻ, എൻ്റെ ഈ ദാസൻ്റെ പേര് ഇല്ലിയീനിൽ രേഖപ്പെടുത്തുക, എൻ്റെ ഈ ദാസൻ്റെ പേര് ഇല്ലിയീനിൽ രേഖപ്പെടുത്തുക. അതേ സമയത്ത് തിന്മ ചെയ്ത ആളുകൾ, നരകാവകാശികളായ ആളുകൾ, അത്തരം ആത്മാക്കൾ, ആ ആത്മാക്കൾ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അതുമായി മലക്കുകൾ എത്തുമ്പോൾ പറയുകയാണ്, ഇങ്ങോട്ട് നിങ്ങൾ വരേണ്ടതില്ല, അവൻ്റെ പേര് സിജ്ജീനിൽ രേഖപ്പെടുത്തുക എന്ന് പറയുന്ന രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇല്ലിയീനിൽ നമ്മുടെ പേരുകൾ രേഖപ്പെടുത്തപ്പെടണം. സ്വർഗാവകാശികളായി അള്ളാഹുവിൻ്റെ അടുത്ത് ചെന്നെത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ നല്ല ആത്മാക്കളെയുമായി മലക്കുകൾ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പ്രിയമുള്ളവരെ, അവിടെ മലക്കുകൾ സന്തോഷിക്കുകയാണ്, അള്ളാഹു സന്തോഷിക്കുകയാണ്, ആ ആത്മാവിൻ്റെ ഉടമയും സന്തോഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും നമ്മളെല്ലാം കൊതിക്കുന്നതും സ്വർഗമാണ്. വിലാപങ്ങൾ ഉപകാരപ്പെടാത്ത ഒരു ദിവസമുണ്ട്, അത് മഹ്ശറയാണ്. നമ്മുടെ ആരുടെയും വിലാപങ്ങൾ നമുക്ക് ഉപകരിക്കാത്ത ഒരു ദിവസം, അത് നമുക്കെല്ലാം വരാനുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാ നിലയ്ക്കും ഏതെല്ലാം നിലയ്ക്ക് നമുക്ക് ഒരുങ്ങാൻ കഴിയുമോ ആ നിലയ്ക്കെല്ലാം പരലോകത്തിന് വേണ്ടി ഒരുങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിവേകത്തോടുകൂടി
നമുക്കല്ലാഹു നൽകിയ അവസരങ്ങളെ, നമുക്കല്ലാഹു നൽകിയ സമയങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മൾ ഈ റമദാനിൻ്റെ അവസാന 10ലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൂചിപ്പിച്ചല്ലോ, നമുക്ക് ഏറ്റവും വിലപ്പെട്ട സമയങ്ങളാണ് അവസാനത്തെ 10 എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം, അനുഗ്രഹീതമായ ഒരു രാവിലാണത് അവതരിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ദുഖാനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പ്രഭാതോദയം വരെ സമാധാനവുമായി നിലകൊള്ളുന്ന മലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരികയാണ്. ആ രാവിനെ പറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. മഹാനായ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നുണ്ട്, അന്നൽ മലായികത തതനസ്സലു ഫീഹാ, മലക്കുകൾ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരുന്ന രാവാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാവെന്ന് പറയുന്നത്. എന്നിട്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുകയാണ്, വഹും ലാ യൻസിലൂന ഇല്ലാ ബിൽ ഖൈരി വൽ ബറകതി വറഹ്മ. ആകാശലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരുന്നത് ഖൈറുമായിട്ടാണ്, ബറക്കത്തുമായിട്ടാണ്, പ്രധാന പ്രവർത്തനങ്ങളുമായിട്ടാണ്. ഖുർആനും തിരുനബിചര്യയും അടിസ്ഥാന പ്രമാണങ്ങൾ. അപ്പം കാരുണ്യമായി, ഖൈറുമായി, ബർക്കത്തുമായി ഇറങ്ങി വരുന്ന ആ മലക്കുകളുടെ പ്രാർത്ഥനകൾ നമുക്ക് ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാവുകളിൽ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് സഹോദരങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബ. ശരിയായ ഈമാനോടുകൂടി അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ നിന്ന് നമസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ പുറത്തു കൊടുക്കുന്നതാണ് എന്ന്. പ്രിയമുള്ളവരെ, ഇഅ്തികാഫുകളിലൂടെ ആ പുണ്യം നേടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. രാത്രി നമസ്കാരങ്ങളിലൂടെ ആ പുണ്യം നേടിയെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതേപോലെ വിശുദ്ധ ഖുർആനിൻ്റെ പേജുകൾ ഓരോന്നോരോന്നായി മറിച്ചോതിക്കൊണ്ട് അതിൻ്റെ പ്രതിഫലം നേടിയെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഞെരുക്കങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്കകളും സക്കാത്തുകളുമായി കൊടുത്ത് ആ ഒരു പ്രതിഫലം നേടിയെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ ആ മഹാപ്രതിഫലങ്ങൾ നേടിയെടുക്കുന്നവരായിരിക്കും നാളെ സ്വർഗീയ ലോകത്ത് ഭാഗ്യവാന്മാരായി എത്തിച്ചേരുക. നമുക്കറിയാം, നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവരുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് വിശുദ്ധ ഖുർആനിനു വേണ്ടി അവർ സമയങ്ങൾ മാറ്റിവെച്ച് വിശുദ്ധ ഖുർആൻ നിരന്തരം പാരായണം ചെയ്തുകൊണ്ടേ ഇരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഓരോ നന്മകളും നമുക്കാവുന്ന രൂപത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കുക. വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ ഈ സമയങ്ങളെ ഏറ്റവും വിലപ്പെട്ട സമയങ്ങളായി നമ്മൾ ഉപയോഗപ്പെടുത്തുക. അവസാന നിമിഷങ്ങളിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയുണ്ടല്ലോ, ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള ആ പ്രാർത്ഥനകൾ ആത്മാർത്ഥമായി ആവർത്തിച്ച് അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ ഏത് നിമിഷം മരണപ്പെട്ടാലും, റബ്ബേ, ഞാൻ ഈ നിമിഷം എൻ്റെ റബ്ബിങ്കലേക്ക് യാത്രയായാൽ എൻ്റെ പരലോകത്തെ അവസ്ഥ എന്തായിരിക്കും? 6 അടി മണ്ണിൽ ഞാൻ കിടക്കുമ്പോൾ ആ 6 അടി മണ്ണിലെ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കുകയും ആത്മാർത്ഥമായി അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നന്മകളെയും സ്വീകരിക്കുമാറാവട്ടെ. റയ്യാൻ എന്ന സ്വർഗ കവാടത്തിലൂടെ നോമ്പുകാരെ കടന്നു വരൂ എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് അള്ളാഹുവിൻ്റെ വിളികേട്ട് ചെല്ലുന്ന ആ മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.